ജുഡീഷ്യറിയിലെ അഴിമതി പരാമർശിക്കുന്ന വിവാദ പാഠഭാഗത്തിൽ NCERTക്കെതിരെ സുപ്രീം കോടതി. ജുഡീഷ്യറിയുടെ അന്തസ്സ് തകർക്കാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമം ഉണ്ടായെന്ന് കോടതി വിമർശിച്ചു. സംഭവത്തിൽ കോടതിയിൽ കേന്ദ്ര സർക്കാർ ക്ഷമാപണം നടത്തി. ഭരണഘടനയുടെ സംരക്ഷകനാണ് കോടതികളെന്ന് പരാമർശിച്ചാണ് വിവാദ പാഠപുസ്തകത്തിൽ NCERTക്കെതിരെ സുപ്രീം കോടതിയുടെ നടപടി. കേസിൽ ആഴത്തിലുള്ള അന്വേഷണം വേണം. പിന്നിലെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തേണ്ടത് തങ്ങളുടെ കടമയാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. പാഠപുസ്തകത്തിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്താൽ ക്രിമിനൽ കോടതിയലക്ഷ്യ പരിധിയിൽ വരുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇതോടെ കേസിൽ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്കും NCERT സെക്രട്ടറിക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കോടതിയലക്ഷ്യം ചുമത്താതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് വിശദീകരിക്കണം. വിവാദ പുസ്തകത്തിന്റെ എല്ലാ പകർപ്പുകളും കണ്ടെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. പ്രഥമ ദൃഷ്ട്യാ ജുഡീഷ്യറിയുടെ അന്തസ്സ് തകർക്കാനുള്ള ശ്രമമുണ്ടായി. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ ജുഡീഷ്യറിയുടെ പവിത്രത നഷ്ടമാകുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് കോടതികൾ നടത്തിയ ഇടപെടലുകൾ പാഠഭാഗത്തിൽ അവഗണിച്ചുവെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. NCERTക്കെതിരെ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ക്ഷമാപണവും നടത്തി. വിപണിയിലെത്തിയ പാഠപുസ്തകങ്ങൾ പിൻവലിച്ചുവെന്നും കേന്ദ്രം അറിയിച്ചു. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലായിരുന്നു ജുഡീഷ്യറിയിലെ അഴിമതികളെന്ന വിവാദ പാഠഭാഗം. അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.